മലയാളത്തിൽ ഇറങ്ങുന്ന സ്പോർട്സ് ബേസ്ഡ് സിനിമകൾക്ക് പൊതുവേ ഒരു കുഴപ്പമുണ്ട്. സാധാരണ ഒരു നായകനെ കാണിക്കും. അയാളുടെ ഒരു പ്രശ്നം കാണിക്കും. അയാളുടെ ഒരു ചെറിയ വിജയം കാണിക്കും. പിന്നീട് കുറച്ച് ഇമോഷൻസും പരിപാടിയും. അയാളുടെ തോൽവി, അവസാനം അയാളുടെ വിജയം. ഈ ഒരു പരിപാടി തകർത്തടുക്കിയ സിനിമയാണ് ആലപ്പുഴ ജിംഖാന. ശരിക്കും ഒരു ഗംഭീര സിനിമയ്ക്ക് ശേഷം അടുത്ത സിനിമയെടുക്കുന്ന സംവിധായകർക്ക് ആ ഒരു ഹൈപ്പ് അങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നമ്മളത് പലപ്പോഴും സാക്ഷിയായിട്ടുണ്ട്. പക്ഷേ ഖാലിദ് റഹ്മാൻ അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ശരിക്കും ഇമോഷൻ വെച്ച് നോക്കുമ്പോൾ, സ്റ്റോറി വെച്ച് നോക്കുമ്പോൾ, അത് എടുത്ത് വെച്ചൊരു മേക്കിങ്ങും എക്സിക്യൂഷൻ വെച്ച് നോക്കുമ്പോൾ 100% മാർക്ക് കൊടുക്കാൻ പറ്റും ഖാലിദ് റഹ്മാൻ എന്ന ഫിലിം മേക്കർക്ക്. ഇനി നമ്മുടെ ആക്ടേഴ്സ് നസ്ലൻ, ഫ്രാങ്കോ, ബേബി ജീൻ, സന്ദീപ്, ശിവ, കാർത്തിക്, ഫ്രാങ്കോ, ലുക്മാൻ എല്ലാവരും, അതായത് സ്ക്രീനിൽ വന്ന എല്ലാവരും ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. ആ റോളിന് ഇണങ്ങുന്ന വിധം, അല്ലെങ്കിൽ ആ ഒരു സീൻ, അല്ലെങ്കിൽ ആ ഒരു സിനിമയ്ക്ക് ചേരുന്ന വിധത്തിലുള്ളൊരു കെമിസ്ട്രി നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കൈയടിക്കണം തോന്നിയ കാര്യന്നത് നസ്ലിൻ്റെ സ്റ്റോറി ആർക്കാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ നായകൻ വിജയിക്കുന്ന സിനിമ എന്നതിനൊക്കപ്പുറത്തേക്ക് നായകൻ എന്താണുള്ളത്, അല്ലെങ്കിൽ നായകൻ്റെ സ്വഭാവം എന്താണ്, നായകൻ എങ്ങനെയാണ് കാര്യങ്ങളെ നേരിടുന്നത് എന്ന് വെച്ച് ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ നായകന് കൃത്യമായ ഒരു എൻഡിങ് അവർ കൊടുക്കുന്നുണ്ട്. ശരിക്കും പടത്തിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റായിട്ട് കാണുന്നത് അതാണ്. പിന്നെ പ്ലസ് ഈ സിനിമയിൽ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫീൽ ചെയ്തൊരു ക്യാരക്ടർ ഫ്രാങ്കോ ഫ്രാൻസിസ് ചെയ്ത ചെറിയ ഷിഫാസ് എന്നൊരു ക്യാരക്ടറാണ്. അതിന് കാരണം, നാട്ടിൽ നമ്മുടെ കൂട്ടുകാരുടെ തന്നെ പലപ്പോഴും അകാരണമായിട്ട് വെറുതെ ഒരു കാരണത്തിൻ്റെ പേരിൽ വർഷങ്ങളോളം നമ്മളൊരാളെ കളിയാക്കും. പക്ഷെ ഒരു സമയത്ത് അവരത് ബ്രേക്ക് ചെയ്ത് അവരവിടെ ഐഡൻറ്റിറ്റി മാർക്ക് ചെയ്ത മൊമെൻ്റ് ഉണ്ട്. ശരിക്കും കൈയടിക്കേണ്ട ഒരു കാര്യമാണ്. സിനിമയിൽ ഫ്രാങ്കോ, അല്ലെങ്കിൽ ഫ്രാങ്കോയുടെ കഥാപാത്രം ചെറിയ ഷിഫാസ് ഒരു മൊമെൻ്റിൽ അത് പ്രൂവ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ് സ്പോയിലർ ആക്കുന്നില്ല. ശരിക്കും വേറെ ഹീറോയിക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്. ഇനി ഈ സിനിമ ഇത്രയും ഗംഭീരമാക്കാൻ പണിയെടുത്തതിൽ 2 പേര് കൈയ്യടി അർഹിക്കുന്നുണ്ട്. ഒന്ന് ജിംഷി ഖാലിദ്, 2 വിഷ്ണു വിജയ്. ജിംഷി ഖാലിദിലേക്ക് പറഞ്ഞാൽ ഈ പടത്തിന് 2 മൂഡുണ്ട്. ഒരു പ്രേമം, പിള്ളേര് സെറ്റ്, ആ ഒരു കുട്ടിക്കളി പരിപാടിയൊക്കെയുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ബോക്സിംഗ് റിങ്ങിനകത്തെ മത്സരവും വാശിയും സ്പാറെല്ലാം വരുന്നുണ്ട്. ഇത് രണ്ടും കൃത്യമായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ ജിംഷി നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ബോക്സിംഗ് റിങ്ങിലെ ഒരു ഫൈറ്റ് കൊറിയോഗ്രഫിയുടെ കൂടെ തന്നെ ആ ഒരു ഫൈറ്റ് സിനിമോഗ്രാഫി ഗംഭീരമായി എടുത്തിട്ടുണ്ട്. ശരിക്കും അവരുടെ ഒരു വെയിറ്റഡ് പഞ്ച്, ആ ഗാർഡ് ഡൗൺ ചെയ്യുമ്പോൾ ഉള്ള അവരുടെ ഒരു ഭാവം, അല്ലെങ്കിൽ ഈ നമുക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടറിനൊപ്പം നിന്ന് അവർക്ക് കിട്ടുന്ന പഞ്ച്, അവർ കൊടുക്കുന്ന പഞ്ചെല്ലാം പ്രേക്ഷകന് ഫീൽ ചെയ്യിക്കുന്നതിൽ ആ സിനിമാറ്റോഗ്രാഫി ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ്. വിഷ്ണു വിജയനെ പറ്റി പറയുകയാണെങ്കിൽ തല്ലുമാലയ്ക്ക് ശേഷം കയറി ആറാടിയ സിനിമയാണ് ആലപ്പുഴ ജിംഖാന. കാരണം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ പല ഇമോഷൻസ്, പല സംഭവങ്ങൾ, പല ക്യാരക്ടേഴ്സ് എല്ലാം വരുന്ന ഓരോ സമയത്തും കൃത്യമായിട്ടുള്ള മ്യൂസിക്, കൃത്യമായിട്ടുള്ള സംഗീതം പ്രേക്ഷകനെ കോരിത്തരിപ്പിക്കാനും കൈയടിപ്പിക്കാനും പ്രേമിപ്പിക്കാനും തോന്നുന്ന വിധത്തിൽ അദ്ദേഹം അത് ചെയ്തു വെച്ചിട്ടുണ്ട്. ശരിക്കും മലയാളത്തിൽ വന്ന ഒരു സ്പോർട്സ് ബേസ്ഡ് ഡ്രാമകളിലെ ക്ലീഷേ ചന്നം പിന്നം ബ്രേക്ക് ചെയ്യുന്നുണ്ട് ആലപ്പുഴ ജിംഖാനയിൽ. അതിൽ സ്ക്രിപ്റ്റ് എഴുതിയ ഖാലിദ് റഹ്മാനും ശ്രീനിയും ഒപ്പം ഡയലോഗുകൾ എഴുതിയ രതീഷ് ഷെവിയും കൈയടി അർഹിക്കുന്നുണ്ട്. കാരണം ഈ എല്ലാത്തരം പ്രേക്ഷകരെയും, ഈ പ്രായഭേദ വ്യത്യാസമില്ലാതെ എല്ലാത്തരം പ്രേക്ഷകരെയും വന്ന് ചിരിപ്പിച്ച് കൈയടിപ്പിക്കുക, ഫൺ വർക്കാക്കുക എന്ന് പറഞ്ഞത്ര ചെറിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. മൊത്തത്തിൽ പറഞ്ഞാൽ ഈ 2.5 മണിക്കൂർ ഈ ടെൻഷനും ബഹളവും വയലൻസും ഒന്നുമില്ലാതെ പോയിരുന്ന് ആസ്വദിച്ച് കണ്ട് മനസ്സ് നിറയാൻ പറ്റിയൊരു സിനിമയാണ് ആലപ്പുഴ ജിംഖാന.